നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നാലും മോളെ, ചിലപ്പോ രാജുവിന് ഇതൊന്നും ഇഷ്ടായെന്ന് വരില്ല. ആരിൽ നിന്ന് സൗജന്യം സ്വീകരിക്കുന്നത് അവന് ഇഷ്ടല്ല. അതൊക്കെ ഞാൻ രാജുവിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. പിന്നെ ഇത് സൗജന്യൊന്നും കൂട്ടണ്ട. പറയുന്നത് കേട്ട് മര്യാദക്ക് നിന്നോണം കേട്ടല്ലോ. വീട് ദീപക്, അവളുടെ കൈ വിട്. നീ ഇപ്പൊ എന്താ ചെയ്തത്? എന്ത് റൂഡ് ബിഹേവിയർ നിന്റെ. നിന്റെ അമേരിക്കൻ കൾച്ചറൊന്നും ഇവിടെ ചെലവാക്കണ്ട. ദിവ്യ, നീ പൊയ്ക്കോ. ഓ, നീ എല്ലാം കണ്ടു അല്ലേ? ആ, കണ്ടു. അല്ല, ആക്ച്വലി ഋതികയ്ക്ക് ഞാനൊരു സ്വർണ്ണവളം വാങ്ങിക്കാനുള്ള പ്ലാനിലായിരുന്നു. നിന്റെ കൈ പിടിച്ച് അളവ് നോക്കാൻ നീ സമ്മതിക്കില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ദിവ്യയുടെ കൈ പിടിച്ച് അളവ് നോക്കിയതാ. നീ എന്നെ തെറ്റിദ്ധരിച്ചു. ദീപക്, ഇനി ഇങ്ങനെയുള്ള വേഷം കെട്ടലുകൾ അവളോട് ഇറക്കിയെന്ന് ഞാൻ അറിഞ്ഞ. അച്ഛനോട് ഞാൻ എല്ലാം പറയും. ശരി, ഇനി ഞാൻ അങ്ങനെ ഉണ്ടാവാൻ നോക്കാം. പക്ഷെ ഞാൻ എങ്ങനെ നിനക്ക് വള വാങ്ങിത്തരും? നിന്റെ കൈൻ്റെ അളവ് നീ ഒന്ന് കാണിച്ചേ. ദീപക്, എന്തിത്? എന്റെ കയ്യിൽ പിടിക്കാൻ മാത്രം നിനക്ക് ധൈര്യമായോ? ഈ ദീപക്കിന്റെ ധൈര്യം നീ അണക്കാൻ നിൽക്കണ്ട. അതൊക്കെ പോട്ടെ, നീ എങ്ങോട്ടേ പോ? നീ ആ രാജുവിന്റെ വീട്ടിലേക്ക് ട്യൂഷന് വേണ്ടി പോവാണോ? അതെന്തായാലും നിനക്കെന്താ? ട്യൂഷന് പോയിട്ട് നീ വേഗം വാ, നമുക്കൊന്ന് കറങ്ങാൻ പോവാ. നിന്റെ കൂടെയോ? അതും ഞാൻ സ്വപ്നത്തിൽ പോലും നടക്കുമെന്ന് നീ വിചാരിക്കണ്ട. ഓ, ആ രാജുവിന്റെ കൂടെ കറങ്ങി നടക്കാൻ നിനക്ക് യാതൊരു മടിയില്ല. ആഫ്റ്റർ ഓൾ, ഒരു വേലക്കാരന്റെ കൂടെ കറങ്ങി നടക്കാറുള്ള നിനക്ക് നിന്റെ മുറച്ചെറുക്കനായ എന്റെ കൂടെ കറങ്ങാൻ വരാൻ എന്താണ് ഇത്ര മടി? ദീപക്, നിന്റെ ആഗ്രഹം നിന്റെ മനസ്സിലിരിക്കുകയുള്ളൂ. നിന്റെ കൂടെ ഞാൻ എവിടേക്കും വരില്ല. നിന്നെ ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. അയ്യോ, സോറി രാജു. എന്താ മേഡത്? നോക്കി നടക്കണ്ടേ? സോറി, എക്സ്ട്രീംലി സോറി. രാജു എന്താ വരാൻ ഇത്രയും വൈകിയേ? അത് കുറച്ച് ജോലി ഉണ്ടായിരുന്നു മേഡം. ശരി, വാ നമുക്കിറങ്ങാം. രാജു, ട്യൂഷന് പോവാണോ? ആ, അതെ സർ. ഇതുവരെ നീ എനിക്ക് തന്നിട്ടുള്ള വാക്കുകളൊന്നും നീ പാലിക്കാതിരുന്നിട്ടില്ല രാജു. പക്ഷെ ഇക്കാര്യത്തിൽ ഞാൻ ഒട്ടും കോൺഫിഡന്റ് അല്ല. സർ, ഞാൻ കോൺഫിഡന്റ് ആണ്. ഋതിക മേഡം എക്സാമിന് ജയിക്കും, അതെനിക്ക് ഉറപ്പാ. ലെറ്റ്സ് സീ. ഞങ്ങൾ ഇറങ്ങാം. ഈ പുതിയ ബെഡ്ഷീറ്റുകളും കർട്ടൻസും തലയണയൊക്കെ മാറ്റുമ്പോ തന്നെ രാജുവിന്റെ റൂം വൃത്തിയാവും. അച്ഛനോട് പറഞ്ഞ് വീടിന്റെ പെയിന്റ് ഒന്ന് മാറ്റിക്കണം. മാസം മാസം രാജുവിന്റെ കയ്യിൽ നിന്ന് കാശണ്ണി വാങ്ങുന്നതല്ലേ. മോളെ, നമസ്കാരം സ്വാമി. നമസ്കാരം മോളെ. വലിയ സന്തോഷത്തിലാണല്ലോ. അതെ സ്വാമി, രാജുവിന്റെ വീട്ടിലെ ഇത്ര അഴിച്ചുപണികളുണ്ട്. മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം സഫലമാകാനുള്ള ശ്രമത്തിലാണല്ലേ? അതെ സ്വാമി. കളങ്കമില്ലാത്ത മനസ്സിലെ ആത്മാർത്ഥമായ ആഗ്രഹം ഒരു ദിവസം പൂവണിയുക തന്നെ ചെയ്യും. പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയാണ് ഏറ്റവും ശക്തമായ മരുന്നും ആയുധവും. ശരി സ്വാമി. മോളെ, ഒരു മിനിറ്റ്. ഇത് വാങ്ങിച്ചോളൂ. എന്താ സ്വാമി ഇത്? ആദിപരാശക്തിയുടെ ഏറ്റവും വലിയ ശക്തിയും അനുഗ്രഹപ്രധാനിയുമായ സാക്ഷാൽ ത്രിപുരസുന്ദരി ദേവിയുടെ തിരുനടയിൽ സമർപ്പിച്ച നിവേദ്യമാണിത്. ദേവിയുടെ അനുഗ്രഹത്താൽ മോളുടെ ആഗ്രഹം സഫലമായി തീരട്ടെ. മംഗളം ഭവന്തു. നന്ദി സ്വാമി. ഈ ഇരട്ടപ്പഴങ്ങളിൽ ഒന്ന് മോളും ഒന്ന് രാജുവും കഴിക്കണം. അങ്ങനെ കഴിച്ചാൽ നിങ്ങളുടെ വിവാഹം പെട്ടെന്ന് നടക്കും. സത്യാണോ സ്വാമി? ഒന്ന് പരീക്ഷിച്ചു നോക്കിയോളൂ. അയ്യോ, പരീക്ഷിക്കൊന്നും വേണ്ട. സ്വാമി പറഞ്ഞ എനിക്ക് വിശ്വാസം. ആ വിശ്വാസത്തോടെ ഞാൻ പറഞ്ഞത് ചെയ്യൂ. ആഗ്രഹം സഫലമാകും. എങ്കിൽ ഞാൻ പോട്ടെ മോളെ. അച്ഛനെയും അമ്മയും എന്റെ അന്വേഷണം അറിയിക്കണം. ശരി സ്വാമി. ശരി. ഈ ഇരട്ടപ്പഴത്തിലൊന്ന് ഞാൻ കഴിക്കും, ഒന്ന് രാജനെ കൊണ്ട് ഞാൻ കഴിപ്പിക്കും. ത്രിപുര സുന്ദരി ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളുടെ കല്യാണവും നടക്കും.
വൃത്തിയായിട്ട് എഴുത്. ആ ഇതെന്താ മോളെ നിന്റെ കയ്യില്? ആ രാധമ്മേ, ഇതൊക്കെ രാജുവിന്റെ മുറിയിലേക്കുള്ള സാധനങ്ങളാ. രാജുവിന്റെ മുറിയിലേക്കുള്ള സാധനങ്ങളോ? അതെ. ഞാൻ ഇന്നലെ രാജുവിന്റെ മുറി കയറിയപ്പോഴേ മുറിക്കകത്ത് ബെഡ്ഷീറ്റും തലേണയും കർട്ടനും ഒക്കെ വെറും പഴഞ്ച സാധനങ്ങളാ. അതൊക്കെ ഒന്ന് മാറ്റിയേക്കാന്ന് കരുതി. ദേ, ഇതെല്ലാം പുതിയ സാധനങ്ങളാ. എന്നാലും മോളെ ചിലപ്പോ രാജുവിന് ഇതൊന്നും ഇഷ്ടായെന്ന് വരില്ല. ആരിൽ നിന്നും സൗജന്യം സ്വീകരിക്കുന്നത് അവന് ഇഷ്ടല്ല. അതൊക്കെ ഞാൻ രാജുവിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. പിന്നെ ഇത് സൗജന്യൊന്നും കൂട്ടണ്ട. രാജു എല്ലാ മാസവും വാടക കയറുന്നതല്ലേ, അപ്പൊ മെയിന്റനൻസ് വകയിലേക്കാന്ന് കരുതിയാ മതി. രമ്യ, എന്റെ മുറിയിലും കർട്ടനും ബെഡ്ഷീറ്റും ഒക്കെ മാറാറായതാണ് കേട്ടോ. അതിനെന്താ, അവിടെ നമുക്ക് പുതിയത് വാങ്ങിക്കാലോ. നീ ഒന്ന് മിണ്ടാതിരിക്കേണ്ട പ്രിയേ, വെറുതെ ഓരോന്നും. ഇവിടെ എന്ത് പറയണമെന്ന് ഒരു നോട്ടോ ഇല്ല. അയ്യോ മോളെ, മോൾക്കേ ആന്റി വേറെ പഴം വാങ്ങിത്തരാമേ. ആന്റി മോൾക്ക് ആപ്പിളും മുന്തിരിയും ഓറഞ്ചും ഒക്കെ വാങ്ങിത്തരാം. ഇതേ രാജു അങ്കിളിനും ആന്റിക്കും കഴിക്കാനുള്ളതാ. ആന്റി ഫ്രൂട്ട്സ് ഇന്ന് തന്നെ വാങ്ങിച്ചേരോ? ഗോഡ് പ്രോമിസ്. ആന്റി ഇന്ന് തന്നെ വാങ്ങിച്ചുതരാം. മോള് പോയിരുന്നു പഠിച്ചോ. ഓ, ഇരട്ടപ്പഴം. രാജുവായിട്ടുള്ള വിവാഹം നടക്കാൻ പൂജാരി പൂജിച്ച് നൽകിയതായിരിക്കും അല്ലേ? അതെ. കാളിദാസൻ പൂജാരി ഇരട്ടപ്പഴം പൂജിച്ചു തന്ന അച്ചട്ടാ. എന്റെയും ജേട്ടന്റെയും കല്യാണത്തിന് മുൻപ് ഞങ്ങള് കഴിച്ചതല്ലേ? ആണോ? ആ, എങ്കിലേ ഞാൻ രാജുവിന്റെ മുറിയിലേക്ക് പോട്ടെ അമ്മേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.